തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിലിൻ്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. അന്വേഷണ സംഘം ഇപ്പോൾ തിരുമല അനിലിൻ്റെ വീട്ടിലുണ്ട്. മേഘ്ന മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മോട് പറഞ്ഞോ? SK നിലവിൽ പൂജപ്പുര പോലീസിൽ നിന്ന് തിരുമല അനിലിന്റെ ആത്മഹത്യ അത് പ്രത്യേക അന്വേഷണ സംഘം 6 അംഗ സംഘമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. തിരുമലയിലുള്ള അനിലിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റ് പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ അന്വേഷണ സംഘം നമ്മളോട് നടത്തിയിട്ടില്ല. മറിച്ച് ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. കാരണം ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത് പൂജപ്പുര പോലീസാണ്. പിന്നീടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കേസ് കൈമാറുന്നത്. അതിനുശേഷം അതിൽ ആദ്യഘട്ടത്തിൽ ഈ ബാങ്കിലെ സഹകരണ സംഘത്തിലെ ഡോക്യുമെന്റും അതുപോലെ തന്നെ നേരത്തെ തന്നെ 2 ഓഡിറ്റ് നടന്നിട്ടുണ്ട് സഹകരണ സംഘത്തിൽ. ആ സഹകരണ സംഘത്തിലെ ഡോക്യുമെന്റും അതുപോലെ തന്നെ ഇതിൽ നിക്ഷേപകരുടെ വിവരങ്ങൾ, ഭരണസമിതിയുടെ വിവരങ്ങൾ എന്നിവയൊക്കെ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തിരുമലയുള്ള വീട്ടിലെത്തി അനിലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തയ്യാറാകുന്നത്. അല്പസമയം മുന്നെയാണ് അന്വേഷണ സംഘം വീട്ടിലെത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ തിരുമല അനിലിന്റെ കുടുംബം അത് മറ്റൊരു രീതിയിൽ പ്രതികരണം നടത്താനോ മാധ്യമങ്ങളോടക്കം പ്രതികരണം നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അനിലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി അത് ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം എന്നെ വേണ്ടപ്പെട്ടവർ എന്റെ കൂടെ നിന്നില്ല എന്ന് മാത്രമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. മറ്റുള്ളവരുടെ പേരോ അല്ലെങ്കിൽ ഈ BJPക്കാരുടെ പേരോ ഒന്നും ആത്മഹത്യാക്കുറിപ്പിലില്ല. അതുകൊണ്ട് തന്നെ ആരാണ് കേസ് അന്വേഷണം ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് എടുത്ത് കേസ് അന്വേഷിക്കാനോ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ കുടുംബാംഗങ്ങളുടെ മൊഴിയടക്കം ഇതിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ വീട്ടിലെത്തുകയും ചെയ്തിട്ടുള്ളത്. കുടുംബാംഗങ്ങളുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത് കേസിന്റെ മുന്നോട്ടുള്ള ഒരു ഭാവിയിൽ നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുപോലെ തന്നെ ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടയിലാണ് അന്വേഷണ സംഘം അന്വേഷണം തുടരുന്നത്. ഇപ്പോൾ നിലവിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പില്ലാത്തതിനാൽ തന്നെ മറ്റ് തെളിവുകളും ഇല്ലാത്തതിനാൽ തന്നെ ആരുടെയും പേര് എടുത്ത് കേസ് എടുത്തിട്ടില്ല. മറിച്ച് ഈ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും 6 അംഗ സംഘത്തിന്റെ ആദ്യഘട്ട നടപടിയായിട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.